അറൗണ്ട് ദി ഗ്ലോബിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വ്യാഴാഴ്ച വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹാനോയിൽ വടക്കൻ കൊറിയയിലെ ഏകാധിപതിയായ കിം ജോങ് ഉന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സമ്മേളിച്ചിരുന്നു. അത് കൊറിയൻ ഉപദ്വീപിൻ്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായി മാറുമെന്നാണ് നയതന്ത്ര വിദഗ്ധന്മാർ കരുതിയിരുന്നത്. എന്നാൽ ആ ഉച്ചകോടി അലസിപ്പിരിക്കുകയാണുണ്ടായത്. രാത്രി ട്രംപിൻ്റെ കൂടെയുള്ള വിരുന്നിൽ നിന്ന് കിം ജോങ് ഉൻ വിട്ടുനിൽക്കുകയും ഉടനെ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വടക്കൻ കൊറിയ തങ്ങളുടെ ആണവായുധങ്ങൾ പരിപൂർണമായി ഉപേക്ഷിക്കണമെന്ന ട്രംപിൻ്റെ ആവശ്യമായിരുന്നു. കഴിഞ്ഞ 10-30 വർഷക്കാലമായി അമേരിക്ക ഉന്നയിക്കുന്ന ഒരാവശ്യമാണിത്. എന്നാൽ തലക്ക് വെളിവുള്ള ഒരു രാഷ്ട്രത്തലവനും അമേരിക്കയുടെ ഈ ആവശ്യം അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. അമേരിക്കയുടെ ഇതപര്യന്തമുള്ള ചരിത്രം അതാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, ഉത്തരാഫ്രിക്കൻ രാജ്യമായ ലിബിയയിൽ കേണൽ മുഅമ്മർ ഖദ്ദാഫി ആണവ നിലയങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അതുവരെ ഖദ്ദാഫിയെ ശത്രുവായി കണക്കാക്കിയിരുന്ന അമേരിക്കയും നാറ്റോയും വളരെ പെട്ടെന്ന് അദ്ദേഹവുമായി സൗഹൃദം സ്ഥാപിക്കുകയും ആണവ നിലയങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് ഖദ്ദാഫി പിൻവാങ്ങുകയും ചെയ്തു. അമേരിക്കയും നാറ്റോയും തൻ്റെ സംരക്ഷകരായി വരുമെന്ന തെറ്റിദ്ധാരണ മൂലമായിരുന്നു അത്. എന്നാൽ ആ പദ്ധതി ഉപേക്ഷിച്ചു എന്ന് കണ്ട ഉടനെ തന്നെ ലിബിയയെ നാറ്റോയും അമേരിക്കയും ആക്രമിക്കുകയും ഖദ്ദാഫിയെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. ഇറാഖിലെ സദ്ദാം ഹുസൈനെ ആക്രമിക്കാനും ഇറാഖ് കീഴടക്കാനും അവിടെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കാനും അമേരിക്കയ്ക്ക് പ്രേരണയായിരുന്നത് ഇസ്രായേലി ചാരസംഘടനകൾ നൽകിയെന്ന് പറയപ്പെടുന്ന ആണവ നിലയങ്ങളെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങളായിരുന്നു. സദ്ദാം ഹുസൈന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. അക്കാരണം കൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് 8000 കിലോമീറ്റർ പറന്ന് ഹാനോയിലെത്തിയത് കൊണ്ട് ഒരു ഫലവുമില്ലാതെ പോയത്. കാരണം കിം ജോങ് ഉന്നിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആണവ നിലയങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അമേരിക്ക തൻ്റെ രാജ്യം കീഴടക്കുമെന്നും ആക്രമിക്കുമെന്നും നശിപ്പിക്കുമെന്നും കിം ജോങ് ഉന്നിന് അറിയാം. അതുകൊണ്ടാണ് ഉച്ചകോടി അലസിപ്പോയത്. ആഫ്രിക്കൻ രാഷ്ട്രമായ നൈജീരിയയിൽ ഈയിടെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡൻ്റായിരുന്ന മുഹമ്മദ് ബുഹാരി വീണ്ടും ഒരിക്കൽ കൂടി തിരഞ്ഞെടുക്കപ്പെട്ടു. മൊത്തം വോട്ടിൻ്റെ 56% ബുഹാരി നേടിയെന്നാണ് നൈജീരിയയിലെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അടുത്ത സ്ഥാനാർത്ഥിയായ അതീക്കു അബൂബക്കറിനേക്കാൾ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ 36% വോട്ടർമാർ മാത്രമാണ് സമ്മതിദാനാവകാശം ഉപയോഗപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ നൈജീരിയയിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സാധാരണ ജനങ്ങൾക്ക് വലിയ വിശ്വാസമില്ല എന്നർത്ഥം. മാത്രമല്ല, പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ വലിയ അഴിമതിയും അക്രമവും ഒക്കെ നടന്നു എന്നാണ്. അത് സംബന്ധിച്ചുള്ള വ്യക്തമായ തെളിയിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ പക്കലില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്. പൊതുവിൽ ആഫ്രിക്കയിലെ ഒട്ടേറെ രാജ്യങ്ങളിൽ പടുവൃദ്ധന്മാരാണ് ഭരിക്കുന്നത്. ചില സാമ്പത്തിക വിദഗ്ധന്മാരുടെ അഭിപ്രായത്തിൽ ഈ വൃദ്ധ നേതൃത്വം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് വലിയ ഭാരമായിരിക്കുകയാണ്. അടുത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും 70 കഴിഞ്ഞവർ 80 കഴിഞ്ഞവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, സിംബാബ്വേയിലെ റോബർട്ട് മുഗാബെയെ അവസാന ഗതികെട്ട് സൈന്യം പുറത്താക്കിയപ്പോൾ അദ്ദേഹത്തിന് 91 വയസ്സായിരുന്നു. ഗാംബിയയിലെ ജെമ്മെ എന്ന് പറയുന്ന മുൻ പ്രസിഡന്റ് അവസാനം സഹി കെട്ടിട്ട് നാട് വിട്ടു പോകുമ്പോൾ അദ്ദേഹത്തിന് 80 വയസ്സ് കഴിഞ്ഞിരുന്നു. താരതമ്യേന ജനാധിപത്യമുണ്ട് എന്ന് കരുതുന്ന തുനീഷ്യയിലെ ഖായിദ് സബ്സിക്ക് 80 വയസ്സ് കഴിഞ്ഞു. ഇങ്ങനെ പടുവൃദ്ധന്മാർ ഭരിക്കുന്നത് കൊണ്ട് ആ നാട്ടിലെ മൊത്തം ശരാശരി ജനങ്ങളുടെ പ്രായം 19-20 ആണ് എന്നതുകൊണ്ടും സാധാരണക്കാരായ ആളുകൾക്ക് പുതിയ തലമുറകൾക്ക്
അവിടെ നടക്കുന്ന ജനാധിപത്യ പ്രക്രിയയിൽ വലിയ സ്ഥാനമൊന്നും ലഭിക്കുന്നില്ല എന്നും വലിയ വിശ്വാസമൊന്നും ലഭിക്കുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് മുഹമ്മദ് ബുഖാരിയുടെ ഈ തെരഞ്ഞെടുപ്പ് വിജയം വരെ. 230 കോടി ജനങ്ങളാണ് ഫേസ്ബുക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉടമയായ സക്കർബർഗ് ഈ ജനങ്ങൾ നൽകുന്ന വ്യക്തിപരവും സ്വകാര്യവും പൊതുവുമായ എല്ലാ വിവരങ്ങളും വലിയ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് സമാഹരിച്ച് അത് മറ്റ് ചില കമ്പനികൾക്ക് വിൽക്കുന്നത് ഈ അടുത്ത കാലത്ത് വളരെ വലിയ വിവാദമായിരുന്നു. ഫേസ്ബുക്കിൽ കളിക്കുന്നവരുടെ മനോനിലയെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചുമൊക്കെ ഒരുപാട് ഉത്കണ്ഠകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉയർന്നു വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ജീവിതത്തിൻ്റെ വിലപിടിച്ച സമയം അവർ ഫേസ്ബുക്കിൽ ചെലവഴിക്കുന്നു എന്നതാണ്. മാത്രമല്ല വ്യക്തിപരമായ സാമൂഹ്യമായ ബന്ധങ്ങൾ താരതമ്യേന അത്തരം ആളുകളിൽ കുറഞ്ഞു വരുന്നു. കുടുംബ ബന്ധങ്ങളും കുറഞ്ഞു വരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതിനു പുറമെ ഒറ്റപ്പെടൽ, വിഷാദ രോഗങ്ങൾ, അതുപോലെയുള്ള മാനസികമായ സമ്മർദ്ദങ്ങൾ എന്നിവയും ഫേസ്ബുക്കിൽ അമിതമായി സമയം ചെലവഴിക്കുന്നവരിൽ കാണുന്നു എന്ന ആരോപണവുമുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾക്ക് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ആരോപണങ്ങളായിരുന്നില്ല. ആ അവസ്ഥ മാറുകയാണ്. ന്യൂയോർക്ക് സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഗവേഷകർ ആയിരക്കണക്കിന് ഫേസ്ബുക്ക് ഉപഭോക്താക്കളുടെ പ്രവർത്തന രീതി പരിശോധിച്ച് പരീക്ഷണ വിധേയമാക്കി താഴെ പറയുന്ന നിഗമനങ്ങളിലാണ് എത്തിയിരിക്കുന്നത്. പരീക്ഷണ ഫലങ്ങൾ രസകരമായിരുന്നു. ഫേസ്ബുക്കിൽ നിന്ന് തൽക്കാലം മാറി നിന്ന ആളുകൾക്ക് മറ്റു പല സാമൂഹ്യ ബന്ധങ്ങളും ശക്തിപ്പെടുത്താൻ അവസരം ലഭിച്ചു. കുടുംബങ്ങളുമായി, കുട്ടികളുമായി, ഭാര്യമാരുമായി അവർ കൂടുതൽ സമയം ചെലവഴിച്ചു. അവർക്കുണ്ടായിരുന്ന രാഷ്ട്രീയമായ പക്ഷപാതിത്വം മറ്റ് മാധ്യമങ്ങളൊക്കെ പരിശോധിക്കുന്നതിലൂടെ കുറയുകയും പലപ്പോഴും വംശപുരിയിൽ നിന്നും മറ്റു ജനങ്ങളുള്ള വിരോധത്തിൽ നിന്നും അവർ രക്ഷപ്പെടുകയും ചെയ്തു. ഫേസ്ബുക്കിൽ നിരന്തരമായി കളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നുന്ന ഒറ്റപ്പെടലും വിഷാദരോഗങ്ങളും മറ്റ് മനോരോഗങ്ങളും ഒക്കെ ക്രമേണ കുറഞ്ഞു വന്നു. കൂടുതൽ സക്രിയമായി തങ്ങളുടെ സമയം ചെലവഴിക്കുന്നതിന് അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വിവേകവും കൂടുതൽ ആത്മനിയന്ത്രണവും വേണമെന്നാണ് ന്യൂയോർക്ക് സ്റ്റാൻഫോർഡ് സർവകലാശാലകളിലെ ഗവേഷകന്മാർ നമ്മോട് പറയുന്നത്. ജനാധിപത്യം, പൗരാവകാശം, സാമൂഹ്യനീതി തുടങ്ങിയ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യരുത് എന്ന നിബന്ധനയോടെ മുസ്ലിം ലോകത്തെ ഏകാധിപതികളും പട്ടാളക്കാരും ചക്രവർത്തിമാരും രാജാക്കന്മാരുമൊക്കെ സമ്മേളിച്ച് 2-3 ദിവസം ചെലവഴിച്ച് കഹ്വ കൂടി പിരിഞ്ഞു പോകുന്ന ഒരു സംഘടനയാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്ന OIC. ഇപ്രാവശ്യം അബുദാബിയിൽ ചേർന്ന OICയുടെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം മറ്റൊരു കാരണം കൊണ്ടാണ് ശ്രദ്ധേയമായിരുന്നത്. OICയിൽ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതും OICയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതുമൊക്കെ മുസ്ലിം പ്രീണനമാണ് എന്ന് ആവർത്തിച്ച് ആരോപിച്ചു കൊണ്ടിരിക്കുന്ന BJPയിലെ സുഷമ സ്വരാജ് ആയിരുന്നു വിദേശകാര്യമന്ത്രി എന്ന നിലക്ക് പ്രത്യേകം ക്ഷണിതാവായി അബുദാബിയിലെത്തിയത്. അബുദാബിയിൽ അവർ നടത്തിയ പ്രസംഗത്തിൽ ഭീകരതയ്ക്കെതിരെ ഒരു സർവ്വരാജ്യ സഖ്യമുണ്ടാക്കണം എന്ന് തുടങ്ങിയ വലിയ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ നിർഭാഗ്യകരമെന്ന് തന്നെ പറയട്ടെ, OICയുടെ അബുദാബി ഡിക്ലറേഷൻ സുഷമ സ്വരാജിനും ഇന്ത്യക്കും അനാവശ്യമായി ഒരു കൊട്ടുകൊടുത്തിരിക്കുകയാണ്. OICയുടെ ഡിക്ലറേഷനിൽ പറയുന്നത് കശ്മീരിൽ 2016 തൊട്ട് ഇന്ത്യ വളരെ പ്രാകൃതമായ അടിച്ചമർത്തൽ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ്. മാത്രമല്ല സാധാരണ നമ്മൾ ഉപയോഗിക്കാൻ പോലും മടിക്കുന്ന ഭരണകൂട ഭീകരത തുടങ്ങിയ പ്രയോഗങ്ങളും ഡിക്ലറേഷനിലുണ്ട്. ഈ കഴിഞ്ഞ 2-3 വർഷമായി പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ച് 100 കണക്കിന് ആളുകളുടെ, പ്രത്യേകിച്ചും കുട്ടികളുടെ കണ്ണ് പൊട്ടിച്ച സംഭവങ്ങളെക്കുറിച്ചും ഈ അബുദാബി ഡിക്ലറേഷനിൽ കാണുന്നു. എന്ന് പറഞ്ഞാൽ സുഷമാജി അനാവശ്യമായി അബുദാബിയിലേക്ക് നികുതി പണം ചെലവഴിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും. റൗണ്ട് ദി ഗ്ലോബിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.